സത്യമായിട്ടും അത് മഹിമ തന്നെയായിരുന്നു ഡാഡി. ഇവള് ഉറക്കത്തിലായത് കഷ്ടമായിപ്പോയി, അല്ലെങ്കിൽ എല്ലാം കണ്ടേനെ. ഞാൻ കണ്ടില്ലെങ്കിലും എന്താ, വീട്ടിൽ ഒരാൾ കയറി സഞ്ജുവേട്ടനെ അടിച്ചിട്ടിട്ട് പോയി എന്നുള്ളത് സത്യമല്ലേ? എനിക്ക് പാലിൽ എന്തോ തന്നു ഉറക്കിയെന്നുള്ളതും സത്യമല്ലേ? ഇതൊന്നും ഒരു പ്രശ്നമല്ലേ? വീട്ടിലുള്ളവർക്ക് മനസ്സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റില്ലെങ്കിൽ പിന്നെ എത്ര കാശോ സ്വാധീനോ ഉണ്ടായിട്ട് കാര്യമില്ല. ഇത് ചെയ്തത് ആരാണെങ്കിലും കണ്ടുപിടിക്കണം. മതിയടി, കൊറേ നേരമായല്ലോ നീ എല്ലാരെയും നോക്കി ആജ്ഞാപിക്കുന്നു. നിന്നെയൊക്കെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചതും പോരാ, ഇനി നിന്റെ വായിലിരിക്കുന്നത് കൂടി ഞങ്ങൾ കേൾക്കുകയും വേണോ? ഞങ്ങൾക്ക് ഇത്രയൊക്കെ മനസ്സമാധാനം തരാനേ പറ്റൂ. നിനക്ക് സൗകര്യം ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോയ്ക്കോ. ആരും നിന്നെ ഇവിടെ താമസിക്കാൻ വേണ്ടി നിർബന്ധിച്ചിട്ടൊന്നുമില്ല. ശാലിനി നിർത്തിക്കോ. അവക്ക് ദേഷ്യം തോന്നുന്നതിന് വ്യക്തമായ കാരണമുണ്ട്. മോള് വിഷമിക്കണ്ട. ഇതിന് ഉത്തരവാദി ആരാണെങ്കിലും ഞാൻ പൊക്കിയിരിക്കും. മോൾ എനിക്ക് കുറച്ച് സമയം തന്നാ മതി. ശരി അച്ഛാ. ഞാൻ അച്ഛനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. സഞ്ജുവേട്ടന് അടികൊണ്ടതിന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. സാരമില്ല മോളെ, ഇനിയുള്ള കാര്യങ്ങൾ അച്ഛൻ നോക്കിക്കൊള്ളാം. മോള് പോയി കിടന്ന് ഉറങ്ങിക്കോ. ചെല്ല്, ചെന്ന് റെസ്റ്റ് എടുക്ക്. എത്രയും വേഗം നമുക്ക് ആ ജയിലിലേക്കൊന്ന് പോകണം. എന്തായാലും ഐശ്വര്യയോടെ ഒന്ന് അന്വേഷിക്കുമല്ലോ. കൂട്ടത്തിൽ നമ്മുടെ ആളുകളെയും അനിതിയൊക്കെ ഏൽപ്പിക്കാം. മഹിമയുടെ കാര്യത്തിൽ എന്തെങ്കിലും നടപടിയാവോ? അത് ഞാൻ ശ്രമിക്കുന്നുണ്ട് ഡാഡി. നീ കുറെ ആയാലും ശ്രമിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നും ആയില്ലേ? കഴിഞ്ഞ തവണത്തെ പോലെ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് കുളവാക്കണ്ടെന്ന് കരുതി സമയമെടുത്ത് പ്ലാൻ ചെയ്യുക. ഇതൊക്കെ ഒന്ന് നടന്നാ മതി.